ചരിത്രത്തിൽ തന്നെ ആദ്യമായ ഒരു സംഭവം ബിഗ് ബോസ് വീട്ടിൽ നടന്നിരിക്കുകയാണ്. 3 ക്യാപ്റ്റന്മാർ വന്നിരിക്കുന്നു. ഇവർക്ക് നോമിനേഷൻ മുക്തി ഉണ്ടോ എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഉച്ചയ്ക്ക് 12:30 മുതൽ 2 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ ബിഗ് ബോസ് എല്ലാവരും രാവിലെ തന്നെ ലിവിംഗ് റൂമിൽ വിളിച്ചു കൂട്ടുന്നു. എന്നിട്ട് ബിഗ് ബോസ് ഒന്നും തന്നെ പറയുന്നില്ല. രാവിലെ തന്നെ ബിഗ് ബോസിൻ്റെ കിഡ്നി ടച്ചിങ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് 3 പേരെ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റന്മാരാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ആരൊക്കെ? ആര്യൻ, നെവിൻ, അക്ബർ, ഇവർ 3 പേരും ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റന്മാരായിരിക്കുകയാണെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഇവർക്ക് ടാസ്ക് ഒന്നും തന്നെ ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ഒരു ഗ്രൂപ്പിനെ, അതായത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഗ്രൂപ്പിനെ ബിഗ് ബോസ് വീട് ഭരിക്കാനായിട്ട് ഏൽപ്പിക്കുന്നത്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അക്ബർ, ആര്യൻ, നെവിൻ ബിഗ് ബോസ് വീട്ടിലെ ശക്തമായ ഒരു ഗ്രൂപ്പാണ്. ഇവർ 3 പേരും ശക്തമായ ഒരു ഗ്രൂപ്പാണ്. അവരാണ് ഇനി ബിഗ് ബോസ് വീട് ഭരിക്കുന്നത്. അപ്പോൾ പല അടികളും പല സംഭവങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് സാരം. 3 പേരും ഇതിൻ്റെ സന്തോഷത്തിൽ തുള്ളിച്ചാടണമൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോഴേക്കും ബിഗ് ബോസ് വേറൊരു ടെസ്റ്റും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബിഗ് ബോസ് പറയുന്നു വേറൊരു ടെസ്റ്റും കൂടി ഉണ്ട്. ആരും തന്നെ ഈ ആഴ്ചത്തെ നോമിനേഷൻ മുക്തിയിൽ നിന്നും മുക്തി നേടില്ല എന്ന് പറയുന്നു. ഈ നോമിനേഷനിൽ നിന്നും മുക്തി നേടില്ല എന്ന് പറയുന്നുണ്ട്. അത് ബിഗ് ബോസ് അവിടെ കളിച്ചു. അതൊരു ട്വിസ്റ്റായിട്ട് മാറി. എന്നാലും ബിഗ് ബോസേ, ഇതൊരു കിഡ്നി ടച്ചിങ് പെർഫോമൻസ് ആയിപ്പോയി. നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു ബിഗ് ബോസേ, നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നത്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും തന്നെ ഇല്ല. ദീപാവലി ആഘോഷം ഒന്നും തന്നെ ഇല്ല. ആകെ ഒരു ശോകമുഖമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ലൈവിനകത്തിരിക്കുന്നത്. എല്ലാവരും സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചിലപ്പോൾ നോമിനേഷൻ ആയിരിക്കും അടുത്ത് വരിക. അപ്പോൾ നോമിനേഷൻ വരട്ടെ, അതിൻ്റെ വിശേഷമായിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.